ഈ രണ്ട് സാധനം കുട്ടികൾക്കൊന്നും അങ്ങനെ കഴിക്കാൻ വലിയ താല്പര്യമില്ലാത്തതായിരിക്കും. നല്ലോണം പഴുത്ത് കറുത്തു പോയ പഴവും വാൽനട്ടും. വാൽനട്ട് അങ്ങനെ എല്ലാ കുട്ടികളൊന്നും കഴിക്കാറില്ല. ചില പിള്ളേർക്ക് ഇഷ്ടം കാണുള്ളൂ, അവർ കഴിക്കും. ചിലർ അതിൻ്റെ ഭാഗത്തോട്ടേ പോകാറില്ല കേട്ടോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഷേക്കായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവരറിയാതെ ഉള്ളിലോട്ട് പോയാൽ പോകും, അല്ലാതെ അവർ കഴിക്കുകയേ ചെയ്യില്ല കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ആ ഒരു വാൽനട്ടും ആ ഒരു കറുത്ത് പോയിട്ടുള്ള ബനാനയൊക്കെ വെച്ചിട്ട് നല്ലൊരു കേക്ക് തയ്യാറാക്കിയിട്ടെടുക്കാം. ഇതെന്തായാലും കുട്ടികൾ നോ പറയില്ല, കഴിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് ഒരു 3 മുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒന്ന് ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു ബബിൾസ് ഒക്കെ വന്ന് തുടങ്ങുന്ന സമയത്ത് ഹൈ സ്പീഡിലോട്ടൊന്ന് മാറ്റിയിട്ട് ഒരു 3/4 കപ്പോളം പൊടിക്കാത്ത പഞ്ചസാര കുറച്ചായിട്ട് ചേർത്ത് നല്ല രീതിയിലൊന്ന് ഹൈ സ്പീഡിൽ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതായത് ഇതുപോലെ ഒന്ന് കറക്റ്റ് ഒന്ന് ഒരു കളറൊന്ന് ചേഞ്ച് ആയിട്ട് ഈ ഒരു രീതിയിലൊന്ന് ആയി വരണം. കറക്റ്റ് ആയിട്ടുണ്ട് ഈ ഒരു ഫോം എത്തണേ. അതിനുശേഷം വേണം നമ്മൾ ഇനി ഇതിലേക്ക് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ബട്ടർ ആണെന്നുണ്ടെങ്കിൽ അൺസോൾട്ടഡ് ബട്ടർ ഒരു 1/4 കപ്പ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ആ ഒരു ഓയിലും പിന്നെ 1 ടീസ്പൂണോളം വാനില എസൻസ് ഓർ വാനില എക്സ്ട്രാക്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലോ സ്പീഡിലൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഒരു ഓയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഹൈ സ്പീഡ് ആക്കേണ്ട ആവശ്യമില്ല, വളരെ ലോ സ്പീഡിലൊന്ന് എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരണം. പിന്നെ ഒരു 3 റോബസ്റ്റ പഴവും പിന്നെ ഒരു 2-3 ഏലക്കയും കൂടെ ചേർത്തിട്ട് ഞാൻ ഒന്ന് നന്നായിട്ട് മിക്സിയിലെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ ഞാൻ ഇതിലേക്ക് അരിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. അരിച്ച് ഞാൻ ചേർക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ആ ഒരു ഏലക്ക ഞാൻ തണ്ടോടുകൂടി അതിൻ്റെ തോടോടുകൂടി ചേർത്തതുകൊണ്ടാണ്. നിങ്ങൾ ചേർക്കുന്ന സമയത്ത് ആ ഒരു ഏലക്കയുടെ പൊടി ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മൈദമാവൊക്കെ അരിച്ചെടുക്കില്ല, അതിൽ ചേർത്തിട്ടൊന്ന് അരിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ അതാണ് കുറച്ചും കൂടെ ഒന്ന് ഈസി ആയിട്ടുള്ള ഒരു ഇതും നമുക്ക് കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടുള്ളൂ കേക്ക്. പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ പൊടിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ ഒരു കപ്പോളം മൈദാമാവ് 250 ml കപ്പളവിനാണ്. 1 കപ്പ് മൈദാമാവും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നേ. അത്രയ്ക്ക് സോഫ്റ്റ് ആയിരുന്നു കേട്ടോ കേക്ക്, നമ്മളൊരു പഴമൊക്കെ അരച്ച് ചേർത്തതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതായത് ആ ഒരു മൈദാമാവിൻ്റെ ഒരു കൂട്ട് 3 പ്രാവശ്യമായിട്ട് ചേർത്ത് വളരെ ലോ സ്പീഡിലൊന്ന് ബീറ്റർ വെച്ചിട്ടൊന്ന് എല്ലാം കൊണ്ടൊന്ന് യോജിപ്പിച്ചെടുത്തു. എന്നിട്ട് അതിനുശേഷം അവസാനം എല്ലാം ഒന്ന് മിക്സ് ആയി വന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവസാനം ഞാൻ ഒരു സ്പാച്ചിലുണ്ട് അടിച്ചഴിച്ചിട്ട് എല്ലാം കൂടെ വീണ്ടും ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഒരു 1/4 കപ്പോളം ആ ഒരു വാൽനട്ടാണ്. ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്, വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല. ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഒരു ബാറ്ററിനോടൊപ്പം തന്നെ ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് മൈദയിലൊന്ന് കോട്ട് ചെയ്തതിന് മൈദപ്പൊടിയിലുണ്ടല്ലോ ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ബാറ്റർ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഒഴിച്ച് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ബാറ്റർ ഒരു 9 ഇഞ്ച് പാനിൽ ബട്ടർ ഷീറ്റൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ബാറ്റർ ഒന്ന് ഒഴിച്ചതിന് ശേഷം ഒരു എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു സ്ക്യൂർ കൊണ്ട് ഉള്ളിലോടൊന്ന് വരഞ്ഞു കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 2-3 തവണ ഒന്ന് ടാപ്പ് ചെയ്തെടുത്താലും നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ ഉണ്ടല്ലോ ആ ഒരു എയർ ബബിൾസ് ഉള്ളിൽ കുടുങ്ങി നിന്നിട്ട് ഉൾഭാഗം കുക്കാവാതിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വാൽനട്ട് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ ഒരു മെത്തേഡ് ചെയ്ത് നോക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തൊന്ന് ഇട്ട് കൊടുത്താലും മതിയാകും. ഇതിനിടയ്ക്ക് തന്നെ ഓവൺ ഒരു 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ സ്റ്റൗവിലേക്കാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു പാത്രം വെച്ചിട്ട് നമ്മൾ ഈ കേക്ക് ബാറ്റർ എപ്പോഴാണോ തയ്യാറാക്കാൻ തുടങ്ങുന്നത് ആ ഒരു ടൈമിൽ തന്നെ ആ ഒരു പാത്രം ഒന്ന് ചൂടാവാനായിട്ട് വെക്കണം കേട്ടോ. സ്റ്റൗ ടോപ്പിലാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഓവണൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒഴിച്ച ബാറ്റർ ഒന്ന് വെച്ചിട്ട് ഒരു 180 ഡിഗ്രിയിൽ തന്നെ ഒരു 30 മിനിറ്റ് ഞാൻ ഒന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ കേക്ക് റെഡി ആയിട്ടുണ്ട്. പെർഫെക്റ്റ് കേക്കാണെന്ന് ചോദിച്ചാണ്, പക്ഷേ നടുഭാഗം ചെറുതായിട്ടൊന്ന് കുഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നേ. ഒന്നെങ്കിൽ ഒരു ബേക്കിംഗ് സോഡ ചേർത്തതിൻ്റെ കുഴപ്പമായിരിക്കട്ടെ. ഞാൻ 2 പ്രാവശ്യം സെയിം റെസിപ്പി ചെയ്തു, അപ്പോഴും എനിക്ക് ഇതുപോലെ തന്നെയാണ് കേട്ടോ കിട്ടിയത്. അപ്പം പിന്നെ എനിക്ക് തോന്നിയത് അപ്പോൾ ഒരു ബേക്കിംഗ് സോഡ ഒഴിവാക്കാമായിരുന്നു എന്ന് പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നേ. ഓവർ സോഫ്റ്റായിട്ട് ചിലപ്പം നടുഭാഗം കുഴിഞ്ഞു പോയതാവാനുള്ള ചാൻസ് ആയിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മുകളിൽ ഈ ഒരു സംഭവം ഇട്ട് കൊടുത്തല്ലോ അതിൻ്റെ ഇതുകൊണ്ടും താഴ്ന്നു പോയതായിരിക്കാം എന്നും തോന്നുന്നു. എന്തായിരുന്നാലും സംഭവം കൊള്ളായിരുന്നു, വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ വെക്കേഷനായിട്ടൊക്കെ വീട്ടിൽ നിൽക്കുന്നതിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഏതൊരു രീതിയിലൊന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കണം. അപ്പം ഒരു വാൽനട്ടും പോകും, കറുത്തപ്പഴം നമ്മൾ കളയുകയും ചെയ്യേണ്ട, കുട്ടികൾ എന്തായാലും കഴിച്ചോളും. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്, നല്ലൊരു മണം ഉണ്ട് കേട്ടോ ഈ ഒരു കേക്കിന്. നമ്മൾ ഒരു ഏലക്കൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ആ ഏലക്കയും പഴവും കൂടെ ചേരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക മണവും രുചിക്കാണ് കേട്ടോ. കഴിച്ചവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റുള്ള നല്ല ടേസ്റ്റായിട്ടുള്ള കേക്ക് തന്നെയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയും. ഒരു കുഞ്ഞ് റെസിപ്പിയും വീഡിയോ കാണാം കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.